ഡൽഹിയിൽ പി എസ് ശ്രീധരൻപിള്ള മാധ്യമങ്ങളെ കാണുകയാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ അതിലേക്ക്. അതിൻ്റെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു. ഇന്ന് കേന്ദ്ര പാർലമെന്ററി ബോർഡും ഇലക്ഷൻ കമ്മിറ്റിയും സംയുക്തമായി പ്രൈം മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ അത് പരിഗണിച്ച് പ്രഖ്യാപിക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് ഗോവയിൽ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പരീക്കർജിയുടെ മരണത്തെ തുടർന്ന്, നിര്യാതനായതിനെ തുടർന്ന് പാർലമെന്ററി ബോർഡ് യോഗം നാളെയാണ് ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം 1ാം ഘട്ടം അവർ പൂർത്തിയാക്കി. കേരളം 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ്. എങ്കിലും നാളെ ലിസ്റ്റ് പരിഗണിച്ച് പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ബി.ജെ.പി. എല്ലാ അർത്ഥത്തിലും തെരഞ്ഞെടുപ്പിന് തയ്യാറായിരിക്കുന്നു. ലിസ്റ്റും പൂർണ്ണമായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം ബി.ജെ.പിയുടെ സാധ്യതകൾ കേരളത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും കേരളത്തിൽ ബി.ജെ.പിയിലേക്ക് പുതിയ മേഖലകൾ നാളെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ടോം വടക്കൻ്റെ ബി.ജെ.പിയിലേക്കുള്ള പെട്ടെന്നുള്ള പ്രവേശനം ഞങ്ങൾ കൂടുതൽ ആവേശവും കൂടുതൽ ആത്മവീര്യവും നൽകിയിട്ടുണ്ട്. ഇന്നലെ അതിനെ തുടർന്ന് കെ.എസ്. രാധാകൃഷ്ണൻ വന്നു. ഇനി വരാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും വരാൻ ആളുകളുണ്ട്. ഈ പ്രക്രിയ തുടരുക തന്നെ ചെയ്യും. കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടുതലായി സമയം ചെലവഴിക്കാൻ ശ്രീ ടോം വടക്കനോട് കേരള ബി.ജെ.പി. ഘടകം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം ഡൽഹി കേന്ദ്രമാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അദ്ദേഹം ബി.ജെ.പിയുടെ സൈദ്ധാന്തിക രംഗത്തും അതുപോലെ അത്തരത്തിലുള്ള മേഖലകളുമെല്ലാം അടക്കം അദ്ദേഹം കൂടുതലായിട്ട് കേരളത്തിൽ കൂടി പ്രവർത്തിക്കാനായിട്ട് സന്നദ്ധത ഞങ്ങളുടെ അഭ്യർത്ഥന അദ്ദേഹം കേരള ഘടകത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് അതിന് പ്രത്യേകമായി നന്ദി പറയുന്നു. കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സീനിയർ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കും. ഈ അംഗത്തിൽ ശക്തമായ പോരാട്ടം നടത്തും. നിത്യേന കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ സൂചന അനുസരിച്ച് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി തൊട്ട് അതുപോലെ സീനിയറായ വേണുഗോപാൽ ഉൾപ്പെടെയുള്ള 2 അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാർ, അതുപോലെ അവരുടെ ഉന്നതരായ നേതാക്കന്മാർ, ഇവരുടെയൊക്കെ പേരുകൾ കോൺഗ്രസ് സോഴ്സുകളിൽ നിന്ന് തന്നെ പ്രകടമായി വന്നിരുന്നു. കേരളത്തിലെ മത്സരം അത്തരത്തിലുള്ള ഉന്നത നേതാക്കന്മാരെ കൊണ്ട് കോൺഗ്രസ് സമ്പുഷ്ടമാക്കി പ്രത്യാശയോടത് നിറവേറ്റുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അവരാരും ഈ കഴിഞ്ഞ ലിസ്റ്റ് വരുന്നത് വരെ തങ്ങൾ മത്സരിക്കില്ലെന്ന് പറയാനുള്ള, ഞങ്ങൾ ആ സ്ഥാനത്തേക്കില്ലെന്ന് പറയാൻ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആരും തയ്യാറായിട്ടില്ല. പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ ബി.ജെ.പി. ആരോപിക്കുന്നത് പോലെ കേരളത്തിൽ കോമാ മുന്നണിയാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് മാർക്സിസ്റ്റ് മുന്നണി, CON കോൺഗ്രസ് മാർക്സിസ്റ്റ് MA കോമാ മുന്നണിയാണ് മത്സരിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. പല സ്ഥലങ്ങളിലും ബി.ജെ.പി. ഇത്തവണ ജനപിന്തുണയോട് ശക്തമായി നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടങ്ങളും കേരളത്തിലെ 2 മുന്നണികളുടെയും ജീർണതയും അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങളും, കാലികമായ പ്രശ്നങ്ങൾ, ശബരിമലയുടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് ഏറ്റവും നല്ല അനുകൂല അന്തരീക്ഷമാണ്. ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട പല ആളുകളും ബി.ജെ.പിക്ക് പിന്തുണ നൽകാൻ തയ്യാറായി വന്നൊരു സാഹചര്യമാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു പിന്തുണ വ്യത്യസ്ത സംഘടനകൾ ലഭിക്കുന്നത് ഒരു സ്റ്റിഗ്മ ബി.ജെ.പിക്ക് നൽകിയിരുന്നത് മാറ്റിയിരിക്കുന്നത് വളരെ അനുകൂലമായ അന്തരീക്ഷം, ഞാൻ പിന്നെ വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല, അസുലഭമായ സന്ദർഭമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെ ബി.ജെ.പിയുടെ ലിസ്റ്റിൽ ആ നിലയ്ക്ക് ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. ഇന്ത്യയുടെ സ്ഥാനാർത്ഥികൾ അങ്ങനെയാണ് മത്സരിക്കുന്നത്. അതോടൊപ്പം എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവും. കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയിട്ട് ഉള്ള സമയം സമാഗതമായിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയെ പോലുള്ള ആളുകൾ
കെ.സി. വേണുഗോപാലിനെ പോലുള്ള ആളുകൾ അവരൊന്നും മത്സരിക്കാതെ സീനിയേഴ്സ് മാറി നിൽക്കുന്നത് അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായി അറിയാവുന്ന ആ മാസ്മരശക്തിയുള്ള നേതാക്കന്മാരായതുകൊണ്ടാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം ഭംഗ്യന്തരേണ അവർ സമ്മതിച്ചിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് വകയില്ല. കോൺഗ്രസിന് ഒരിക്കലും 3 അക്കത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല. ഒരു ബദൽ മുന്നണി ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി അദ്ദേഹം സ്വീകരിച്ചു വരുന്ന നിലപാടുകൾ, ആ നിലപാടുകളെ ജനങ്ങൾ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ ശക്തമായി മേലോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിന് ഒരിക്കലും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇതുവരെ മൗനികളായി സ്ഥാനാർത്ഥി തള്ളിപ്പറയാതിരുന്നവരെല്ലാം ഇപ്പോൾ മത്സരിക്കുന്നില്ലെന്ന അവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവരുടെ വിസമ്മതം, അവർ പരാജയപ്പെടും, അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ വിളംബരമായി ഞാൻ കാണുകയാണ്. ഈ നിലയ്ക്ക് വളരെ അനുകൂലമായ സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ദേശീയ ജനാധിപത്യ സഖ്യം ശ്രമിക്കുന്നതാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളും NDA എന്ന പേരിലാണ് ഇത്തവണ മത്സരിക്കുന്നത്. BJPയുടെ കാൻഡിഡേറ്റ്സാണ് അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ബാക്കി എന്നാൽ BDJസും കേരള കോൺഗ്രസ് ഉൾപ്പെടുന്ന കക്ഷികൾക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. ആ നിലയ്ക്ക് സ്ഥാനാർത്ഥി പട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു അന്തിമമായ തീരുമാനമായിരിക്കും. തൃശ്ശൂരിൽ മത്സരിക്കുന്നത് BJP സ്ഥാനാർത്ഥിയായിരിക്കുമോ BDJs സ്ഥാനാർത്ഥിയായിരിക്കുമോ? BDJs സ്ഥാനാർത്ഥി ഇന്ന് ഡൽഹിയിലുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരോട് ചർച്ച നടത്തുന്നുണ്ട്. പ്രപ്പോസലുള്ള ആ സീറ്റുകളിലൊന്ന് അദ്ദേഹത്തിൻ്റെ പ്രപ്പോസൽ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ള അദ്ദേഹത്തിനുള്ള പ്രപ്പോസൽ സീറ്റുകളൊന്നാണ് തൃശ്ശൂർ. ഈ BDJs കൊടുത്ത എറണാകുളം BJP ഏറ്റെടുക്കുന്നുണ്ടോ? വെച്ച് മാറുന്ന എന്തെങ്കിലും ഫോർമുല ഉണ്ടോ? തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അന്തിമമായിട്ട് ഒരു തീരുമാനമായിട്ടില്ല. പ്രഖ്യാപനം വന്ന ശേഷം അത് പറയാൻ സാധിക്കുകയുള്ളൂ. തൃശ്ശൂർ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ സീറ്റിൻ്റെ കാര്യത്തിൽ ഒരന്തിമ തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് എടുക്കേണ്ടതായിട്ടുള്ളത്. അത് ഏത് പാർട്ടി അവിടെ മത്സരിക്കണമെന്ന് അന്തിമമായി തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയാണ്. ബാക്കി സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് എല്ലാം ധാരണയായിട്ടുണ്ട്. എന്താണ് തൃശ്ശൂർ സീറ്റിലെ ഒരു ആശയക്കുഴപ്പത്തിന് എന്താണ് കാരണം? എന്താണ് ആശയക്കുഴപ്പമെന്ന് പറഞ്ഞത് അങ്ങ് പറയുന്നതാണ്. ആശയക്കുഴപ്പം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രപ്പോസൽസ് ഉള്ളത് കൊണ്ട് ആ പ്രപ്പോസലിനെ സംബന്ധിച്ചിടത്തോളം BDJs ഇന്ന് ദേശീയ നേതൃത്വമായിട്ട് സംസാരിച്ച ശേഷം പറയാൻ സാധിക്കും. അവിചാരിതമായി പരീക്കർജിയുടെ നിര്യാണത്തെ തുടർന്ന് അക്കാര്യത്തിൽ എപ്പോഴും സംസാരിക്കും എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കും. തൃശ്ശൂരിൽ മത്സരിക്കാനുള്ള സന്നദ്ധത BDJs അറിയിച്ചിട്ടുണ്ടോ? എല്ലാവരും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം 2-3 കക്ഷികൾ ഒന്നിച്ച് NDA മത്സരിക്കുമ്പോൾ ഒരു അഖിലേന്ത്യാ പാർട്ടിയാണ് BJP എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വമാണ് അക്കാര്യം ചെയ്യേണ്ടത്. BDJസുമായുള്ള ചർച്ചകളെല്ലാം പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ് ഡൽഹിയിൽ നടത്താറുള്ളത്. ഞങ്ങളുടെ അഭിപ്രായം അതിൽ കണക്കിലെടുത്തുകൊണ്ട് പോകുമെന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് അതിലൊരു അനിശ്ചിതത്വവും ഇല്ല. അതിപ്പം ഞാൻ അഖിലേന്ത്യാ കമ്മിറ്റി പ്രഖ്യാപിക്കേണ്ടതായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നത് ശരിയല്ല. സംസ്ഥാന പ്രസിഡന്റ് ഏത് മണ്ഡലത്തിലാണ് മത്സരിക്കുന്നുണ്ടോ? സംസ്ഥാന പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഉടനീളം അങ്ങനെയാണ് ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ, അഖിലേന്ത്യാ കമ്മിറ്റിയുടെ തീരുമാനമാണ് എൻ്റെ അന്തിമമായ തീരുമാനം. ഏതായാലും ഇക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അന്യോന്യം ആര് മത്സരിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള എൻ്റെ സന്നദ്ധത ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാൻ പ്രസിഡൻ്റാണ്. അതുകൊണ്ട് പ്രസിഡന്റ് കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. അച്ചടക്കമുള്ള ഒരു പ്രവർത്തകൻ എന്നുള്ള ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇക്കുറിയല്ല, ഇതിനു മുമ്പും ലംഘിച്ചിട്ടില്ല. BJPയിൽ അച്ചടക്ക ലംഘനം നടത്തിയ ചരിത്രമില്ല. അതുകൊണ്ട് അച്ചടക്ക ലംഘനം നടത്തുമോ എന്നുള്ള കാര്യത്തിൽ ഞാനൊരു ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു.
പ്രസിഡന്റ്, അടുത്ത കാലത്ത് BJP-യിലേക്ക് വന്ന എത്ര പേർക്ക് സീറ്റ് ഉണ്ടാവും? ഞങ്ങളുടെ ഒരു കുടുംബ സങ്കല്പമാണ്. കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരവരുടെ കഴിഞ്ഞ കാലം പിന്നിട്ട വഴിത്താരെയെല്ലാം ഉപേക്ഷിച്ച് ഈ മഹത്തായ ആശയധാരയുടെ ഭാഗമായിട്ട് മാറുകയാണ്. അങ്ങനെ മാറുമ്പം നമ്മൾ കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നാൽ മോളുമുണ്ട്, സ്വന്തം ആ വീട്ടിലെ മോളുമുണ്ട്, മരുമോളും ഉണ്ടായാൽ രണ്ടും കുടുംബത്തിലെ അംഗങ്ങളാണ്. അവരെ എല്ലാവരെയും ഒരുപോലെ കരുതുകയാണ് ചെയ്യേണ്ടത്. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ജനിച്ച പെൺകുട്ടിയുണ്ട്, അത് സഹോദരിയുടെ സ്ഥാനത്ത് നിൽക്കുന്നു. ഭാര്യ വരുന്നു, ഭാര്യ അടുത്തായിട്ട് വന്നതാണ്. അതുകൊണ്ട് അവരോട് വേർതിരിവ് കാണിക്കുമോ? അപ്പോൾ എല്ലാത്തിനും ഉൾക്കൊള്ളുന്നത്. NDA-യിൽ BDJS-ന് എത്ര സീറ്റാണ് കൊടുക്കുന്നത്? 4 ആണോ 5 ആണോ? അല്ല, അതിനെ സംബന്ധിച്ച് അന്തിമമായ തീരുമാനം പാർട്ടിയുടെ ഈ സ്ഥാനാർത്ഥി പട്ടികയോടൊപ്പം ഉണ്ടാവും. ഇന്നാണ് അത് പ്രതീക്ഷിച്ചിരുന്നത്. ഇന്ന് നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. BJP-യിൽ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. വ്യക്തമായ സൂചനകൾ പോലും നൽകാൻ പ്രസിഡന്റിന് കഴിയുന്നില്ല. തൃശൂരിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമായില്ല എന്ന് പറയുന്നു. അത് കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുമ്പോൾ തീരുമാനിക്കും. മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, അച്ചടക്കമുള്ള പ്രവർത്തകരാണ്, എവിടെ മത്സരിക്കാൻ പറയുന്നു അവിടെ മത്സരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. BJP-ക്ക് അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്തെന്നും ശ്രീധരൻപിള്ള പറയുന്നു.